പരാതി നേടുന്നതിൽ ഉപ്പുതറ സാമൂഹ്യാരോഗ്യ കേന്ദ്രം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനൊരുങ്ങുന്നു. 75 വർഷം പൂർത്തിയാകുന്ന ആശുപത്രിയിൽ ഇന്നും ഡോക്ടർമാർ ഉൾപ്പെടെ മതിയായ ജീവനക്കാരില്ല. എണ്ണിയാൽ തീരാത്ത വെല്ലുവിളികളാണ് ആശുപത്രി നേരിടുന്നതെങ്കിലും ആശുപത്രി പ്ലാറ്റിനം ജൂബിലി നിറവിലാണ്. പ്ലാറ്റിനം ജൂബിലി കെങ്കേയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആശുപത്രി അധികൃതരും നാട്ടുകാരും. 1948 ഗവൺമെന്റ് ഡിസ്പെൻസറി ഉപ്പുതറയിൽ അനുവദിച്ചത്. കാണത്താലിൽ ഔസഫ് കെട്ടിടത്തിലാണ് തുടക്കം. 1951 രാമനാലി കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്ത് ഡിസ്പെൻസറിക്ക് സ്വന്തം കെട്ടിടം പണിതു. ഓഗസ്റ്റ് 15 ഇവിടെ പ്രവർത്തനം തുടങ്ങി. 1960 പ്രാഥമിക കേന്ദ്രമായി ഉയർത്തി. പിന്നീട് ബ്ലോക്ക് മദർ PHC ആയിട്ടും ഉയർന്നു. പിന്നീട് കിടത്തി ചികിത്സ വിപുലപ്പെടുത്തുന്നതിന് ഉൾപ്പെടെ ഏതാനും കെട്ടിടങ്ങൾ നിർമ്മിച്ചു. 1995 ജില്ലാ ആരോഗ്യമേള നടന്നത് ഉപ്പുതറയിലാണ്. ആശുപത്രിയുടെ ശോച്യാവസ്ഥ അന്നത്തെ ആരോഗ്യമന്ത്രി AC ഷൺമുഖദാസ് മനസ്സിലാക്കിയ ആവശ്യത്തിന് ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരുടെ തസ്തിക സൃഷ്ടിക്കുമെന്നും ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ ബ്ലോക്ക് സാമൂഹിക കേന്ദ്രമായി ഉയർത്തിയപ്പോഴും ഒരു പുരോഗമനവും ആശുപത്രിക്ക് ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് ആശുപത്രി 75 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഈ ആശുപത്രി പുറക്കാരുടെ ആരോഗ്യ രംഗത്ത് വളരെയധികം സേവനം നൽകിയിട്ടുള്ള ആശുപത്രിയാണ്. ഈ ഹോസ്പിറ്റലിലൂടെ വരുന്നതിന് മുമ്പ് എസ്റ്റേറ്റിൽ വളരെ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ എൻ്റെ ഓർമ്മയിൽ ടൗണിൽ സെൻറ് മേരീസ് ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണൽ ആശുപത്രി ഉണ്ടായിരുന്നുള്ളൂ. MBBS ഡോക്ടർ ആദ്യ ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഇപ്പോൾ IV ജോൺസ് സാറ് താമസിക്കുന്ന കോട്ടേഴ്സുമയുടെ ഭാഗത്ത് ആ വീട്ടിലായിരുന്നു ആദ്യത്തെ ഹോസ്പിറ്റൽ. അവിടെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം കാണുന്ന അവസ്ഥയിലേക്ക് ഈ ഹോസ്പിറ്റൽ മാറിയത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ബ്ലോക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്ന പദവി നഷ്ടമായി. ഇതോടെ സിവിൽ സർജന്റെ ഒഴിവില്ലാതെയായി. പിന്നീട് ഇതിന്റെ പേരിൽ ആശുപത്രി സമരകേന്ദ്രമായി മാറി. പ്രതിഷേധങ്ങളെ തുടർന്ന് ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. എന്നാൽ സിവിൽ സർജനെ നിയമിക്കാൻ 1 വർഷത്തിലകം കാത്തിരിക്കേണ്ടി വന്നു. മെഡിക്കൽ ഓഫീസർ, പ്രത്യേക വിഭാഗം ഉൾപ്പെടെ 7 ഡോക്ടർമാരാണ് ഇവിടെ വേണ്ടത്. എന്നാൽ 4 പേർ മാത്രമാണ് ഉള്ളത്. 1967 സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും ഉള്ളത്. എക്സ്റേ യൂണിറ്റ് അടക്കമുള്ള ഭൗതിക സൗകര്യങ്ങളുമില്ല. എണ്ണിയാൽ തീരാത്ത വെല്ലുവിളികളാണ് ആശുപത്രി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 1950 മുൻപ് ആരംഭിച്ച ഹോസ്പിറ്റലാണ്. ആദ്യം ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഡിസ്പെൻസറി ആയിട്ടാണ് ആരംഭിക്കുന്നത്. കാണക്കാലിൽ ഔസഫ് ഗവൺമെൻറ് വക കെട്ടിടത്തിലെ ഡിസ്പെൻസറി ആയിട്ട് ആരംഭിച്ചതാണ്. പിന്നീടാണിത് അപ്പോഴത്തെ ആശുപത്രിപ്പടിയിലെ തേനമാക്കൽക്കാരുടെ വക സ്ഥലത്ത് ഡിസ്പെൻസറി ആയിട്ട് പണി ആരംഭിച്ച് തുടങ്ങിയതും അവിടെ പ്രവർത്തനം ആരംഭിച്ച് തുടർന്നത് ഹെൽത്ത് സെൻ്ററായി, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായി പ്രവർത്തനം വരുന്നതാണ്. കണ്ണമ്പടി വനമേഖലയിലെ 12 ആദിവാസി കുടിയിലെയും കൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലെയും പാവപ്പെട്ടവർ ചികിത്സ തേടിയെത്തുന്ന ഹൈറേഞ്ചിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ആശുപത്രിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും. ഇതിനായുള്ള പ്രാഥമിക കൂടിയാലോചനകൾ നടന്നു കഴിഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.